ഹായ് സ്റ്റുഡൻസ്, SSLC ഹിന്ദി ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാഹിൽ 5 दिन के बाद कहाँ पढ़ने जाएगा? അജ്മീറാണ് ആൻസർ. 5ാം ക്ലാസ് കഴിഞ്ഞാൽ സാഹിലാണ്. സാഹിൽ അജ്മീറിലേക്ക് പോവാം. കഹാനിക്ക് ഇസ് പ്രസംഗ के आधार पर പട്കഥ. പട്കഥ എന്ന് പറഞ്ഞാൽ സീൻ 1, സ്ഥാൻ, സമയ്, പാത്ര. പിന്നെ വേഷഭൂഷൊക്കെ എഴുതാം. പിന്നെ അവരുടെ ഒരു കോൺവെർസേഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ഉണ്ട്. ബേല സാഹിൽ എന്നുള്ള രീതിയിൽ അവരുടെ ഡയലോഗ്സ് ഒരു കോൺവെർസേഷൻ എഴുതി വെച്ചാൽ പട്കഥയായി. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണത്. സബ്സെ ബഡാ ഷോമേൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. അതിൽ രണ്ടാമത്തെയാണ് മാ കി ആവാസ് ഫട്ട് ജാനെ സെ ചാർലി കോ സ്റ്റേജ് പർ ഗാന പടാ. അമ്മയുടെ സൗണ്ട് പോയതുകൊണ്ടാണ് ചാർലി സ്റ്റേജിൽ പാടിയത്. സഹി പ്രസ്താവ് ഇതിൽ ശരിയായതാണ് എഴുതേണ്ടത് 1 മാർക്കിന്. നാലാമത്തെ ക്വസ്റ്റ്യൻ, लोगों ने छोटे बच्चे चार्ली की प्रशंसा क्यों की? चार्ली अच्छी तरह गाना गाया, नृत्य किया और नकल उतारी. गीत गाया, नृत्य किया और नकल उतारी. ഇതൊക്കെ നന്നായി ചെയ്തുകൊണ്ടാണ് ഇസ്ലിയെ ലോകോനെ ചോട്ടെ ബച്ചയ്ക്ക് താരീഫ് കി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 സെൻറ്റൻസ് ആയിട്ട് എഴുതാം. चार्ली के पहले शो का जिक्र करते हुए रपट तैयार करें. ടൈറ്റിൽ കൊടുക്കുക. ഏക് മഹാൻ കലാകാർ ക ഉദയ് ടൈറ്റിൽ കൊടുക്കാം. പിന്നെ സംഭവം അങ്ങനെ എഴുതാം. ഒരു സ്ഥലം കൊടുക്കാം. ലെന്ത് എന്നൊരു സ്ഥലം കൊടുക്കാം. ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ സംഭവം എഴുതി വെച്ചാൽ റപ്പട്ടായി. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ചാർലി സ്റ്റേജ് പർ പാലി പർ ആയ. അവിടെ ഡയറി എഴുതാനാണ്. മാ ഡയറി ലിഖ്തേ ഹെ. മാക്ക് ഡയറിയാണ്, അമ്മയുടെ ഡയറിയാണ്. അത് ആ സംഭവങ്ങൾ തന്നെ അമ്മ എഴുതുന്ന രീതിയിൽ ഓരോരോ സംഭവങ്ങൾ എഴുതാൽ ഡയറിയായി. സൗണ്ട് പോയതും ചാർലി സ്റ്റേജിൽ വരുന്നതൊക്കെ അത് എഴുതാം. 6th ക്വസ്റ്റ്യൻ, ചൂൽഹ ഓർ ചക്കി കെ പാസ് കോൻ സോയി. കാനി കുത്തിയാണ് ഉറങ്ങിയത്. കാനി കുത്തിയ സോയി. ഇതിൻ്റെ ആൻസർ കാനി കുത്തിയാണ്. 6th ആൻസർ കാനി കുത്തിയാണ്. കവി और कविता का परिचय देते हुए आशय लिखे. അഗാൽ और उसके बाद അതിൻ്റെയാണ് ആശയം വന്നിട്ടുള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതിൻ്റെ ആശയം എഴുതിയാൽ മതി. നാഗാർജുൻ കി കവിത ഹെ, പിന്നെ അഗാലിനെ കുറിച്ച്, പിന്നെ ഉസ്കെ ബാദ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയാൽ. കവിത അച്ഛാ ഹെ, ഭാഷ സുന്ദർ ഹെ, സന്ദേശ അച്ഛാ ഹെ എന്നൊക്കെ എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും. അതിന് 4 മാർക്കാണ്. അയം കലാം കെ ബഹാനെ സഹി വികൽപ്പ്. വേ വന്ന ഉന്ന വരിക, അപ്പോൾ ഇത് തെറ്റാണ്. വഹു വന്ന ഉസ്സാണ് വരിക, അപ്പോൾ ഇത് ശരിയാണ്. യഹുവിന് ഇസ്സ വരിക തെറ്റാണ്. യ വന്ന ഇന്ന വരിക തെറ്റാണ്. ഇതാണ് ശരി. വഹ് പ്ലസ് ക്യൂ സ്കി എന്നുള്ളതാണ് ശരി. ഗാവ് കെ അർത്ഥമേ. ഗാവ് എന്ന അർത്ഥം വരുന്നത് ദേഹാത്താണ്, ഗ്രാമം, വില്ലേജ്. കാമ് ജോലിയാണ്, ചോട്ടു പേരാണ്, തടി അതല്ല, ദേഹാത്താണ്. അടുത്തത് 10th ക്വസ്റ്റ്യൻ, സഹി മിലാൻ കരേം. മാച്ച് ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ചെയ്യണം. ചോട്ടുനെ സ്വയം ഹി अपना नाम कलाम रख दिया. छोटू ने स्वयं ही अपना नाम कलाम रख दिया. रणविजय ने भाषण में प्रथम पुरस्कार मिला. दुकान वाले बाटिसा ने कलाम की कलाकारी की प्रशंसा की. विदेशी टूरिस्ट लूसी मैडम ने कलाम को दिल्ली ले जाने का वादा किया.
गुटली तो पराई है। माँ को बुआ का साथ देता देखकर कौन दुखी हो गई? അപ്പോൾ ബുവാടെ കൂടെ അമ്മ ചേർന്നുകൊണ്ട് ആരാണ്? ഗുട്ടലിയാണ് ദുഃഖിതയായത്. സഹി വാക്കി ചുൻകർ ലിഖേ. ഗുട്ടലി സോച്നെ ലഗി, ഇതാണ് കറക്റ്റ്. ഗുട്ടലി സോച്നെ ലഗി. പോസ്റ്റർ എഴുതാം. अक्टूबर 11 अंतर्राष्ट्रीय बालिका दिवस है. इस अवसर पर हर लड़की आगे बढ़े का संदेश देते हुए. പോയിൻറ്റ്സ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. ബോക്സൊക്കെ വരച്ച് അതിനൊരു പോസ്റ്ററാക്കി എഴുതിയാൽ മതി. സന്ദേശ് പോസ്റ്ററാണ്, മറ്റേ ഇതൊന്നും ആവശ്യമില്ല. സ്കൂളിൻ്റെ പേരും സബ്കാ സ്വാഗത് ഒന്നും ആവശ്യമില്ല. अंतर्राष्ट्रीय बालिका दिवस है इस अवसर पर लड़की आगे बढ़े का संदेश देते हुए. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പോയിൻറ്റ്സ് വെച്ചിട്ടൊരു ബോക്സ് വരച്ച് ഒരു സന്ദേശം പോലെ എഴുതിയാൽ മതി. പത്ര ഗുട്ട്ലിക്ക പത്രമാണ്. ഗുട്ട്ലിയുടെ അനുഭവങ്ങളെക്കുറിച്ച് പത്രം എഴുതാം. बसंत मेरे गाँव का लेकर उत्तराखंड के हिमालयी अंचल में बच्चों का सबसे बड़ा त्यौहार. അത് ഫുൽ ഡേയാണ്. ഫുൽ ഡേയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവം. ഡയറക്റ്റ് വളരെ ഈസി ക്വസ്റ്റ്യനാണ്. ഇനി 15th ക്വസ്റ്റ്യൻ നോക്കാം. വിശേഷൻ ശബ്ദ്. ഇതിൽ വിശേഷം എന്ന് പറയുന്നത് നൗണിന് മുന്നിൽ എഴുതാൻ പറ്റിയ വേർഡാണ്. ടോളല്ല, ജഷ്ണൊന്നുമല്ല, വെച്ചല്ല, ദൂസരയാണ് വിശേഷൻ ശബ്ദ് വരാം. ലോഗ് ഗാത്തെ ഹെ, ലോഗ് ഗീത് ഗാത്തെ ഹെ, ലോഗ് ചൗത്തി ഗീത് ഗാത്തെ ഹെ എഴുതാം. വസന്ത് മേം ലോഗ് ചൗത്തി ഗീത് ഗാത്തെ ഹെ അങ്ങനെ എഴുതാം. അത് തിരിച്ചു എഴുതാം. ആ പോയിൻ്റ് ഗീതിന് മുന്നിൽ ചൗത്തി വരണം. ചൗത്തി ഗീതിന് മുന്നിലാണ് വരേണ്ടത്. ലോഗ് ചൗത്തി ഗീത് ഗാത്തെ ഹെ. പിന്നെ അടുത്തതിൽ ബസന്ത് മേം, പിന്നെ ഫുള്ള് എഴുതാം. ബസന്ത് മേം ലോഗ് ചൗത്തി ഗീത് ഗാത്തെ ഹെ, എത്രയുള്ളൂ. തിരിച്ചു എഴുതാം. ബസന്ത് മേം ലോഗ് ഗീത് ഗാത്തെ ഹെ, ബസന്ത് മേം ലോഗ് ചൗത്തി ഗീത് ഗാത്തെ ഹെ അങ്ങനെ എഴുതാം. ठाकुर का कुआं. गला सूखा जा रहा है, അതിനർത്ഥം प्यास, बहुत प्यास लग रही है എന്നാണ്. पानी के सड़ने के क्या क्या कारण हो सकते हैं? വെള്ളം ദുർഗന്ധമാവാൻ ചീത്തയാവുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പറയുന്നത് कोई जानवर मरा होगा, ഏതെങ്കിലും മൃഗങ്ങൾ വീണ് ചത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പത്തേ ഗിർക്കർ സദാ पानी बनेगा, इല വീണിട്ടോ जानवरों വീണിട്ടോ. कहानी के इस प्रसंग में जोकू और गंगी के बीच की संभावित बातचीत लिखी. ഇവരുടെ ജോക്കു ഗംഗിയുടെ ഒരു കോൺവെർസേഷൻ എഴുതാം, സംഭാഷണം എഴുതാം, टिप्पणी എഴുതാം. संकेत उनके सहायता से गंगी के चरित्र पर टिप्पणी लिखी. ഗംഗിയുടെ ക്യാരക്ടറാണ് എഴുതേണ്ടത്. ആത്മവിശ്വാസി, സ്നേഹശീല്, ജാതി പ്രഥാക്ക് വിരോധ करने वाली, സാഹസി. 4 പോയിൻറ്റ്സ് ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ മറ്റു അറിയുന്ന പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് ഗംഗയുടെ ചരിത്രം എഴുതാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ നമുക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ടോ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യനും ഇല്ല. ഒക്കെ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഇതിലുള്ളൂ. വളരെ എളുപ്പമുള്ളൊരു ഹിന്ദി എക്സാം ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും A+ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ആശംസിക്കുന്നു.